സംസ്ഥാനത്ത് എലിപ്പനി മരണങ്ങൾ ഉയരുന്നു. ഈ വർഷം ഇതുവരെ സ്ഥിരീകരിച്ചത് 121 എലിപ്പനി മരണം. പറവൂർ നഗരസഭയുടെ പബ്ലിക് ടോയ്ലറ്റ് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നഗരസഭയ്ക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഒഡീഷ സ്വദേശി പത്മനാഭ ഗൌഡയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതി പത്താറാം ഗൌഡയെ അറസ്റ്റ് ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് എലിപ്പനി മരണങ്ങൾ ഉയരുന്നു. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ 121 എലിപ്പനി മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതിനു പുറമെ 102 പേരുടെ മരണം എലിപ്പനി മൂലമെന്ന് സംശയിക്കുന്നുണ്ട്. ഈ വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയും എലിപ്പനിയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും താഴെത്തട്ടിൽ പാളിയെന്നതിന്റെ തെളിവായി മാറുകയാണ് കണക്കുകൾ. ജൂണിൽ 18 പേരും ജൂലൈയിൽ 27 പേരും ആഗസ്റ്റ് 21 വരെ 23 പേരും എലിപ്പനി ബാധിച്ച് മരിച്ചു. എക്കാലത്തെയും ഉയർന്ന എലിപ്പനി കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്നത്. 1916 പേർക്ക് രോഗബാധ, 1565 പേർക്കാണ് എലിപ്പനി സംശയിച്ചത്. 121 മരണം സ്ഥിരീകരിച്ചപ്പോൾ 102 മരണം സംശയ പട്ടികയിലാണ്. ഇത് എത്ര ഉയർന്ന കണക്കാണെന്ന് മനസ്സിലാകണമെങ്കിൽ മുൻവർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കണം. കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ 831 പേർക്കായിരുന്നു എലിപ്പനി സ്ഥിരീകരിച്ചത്. 39 മരണം സ്ഥിരീകരിച്ചു. 2022 2482 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതിൽ 121 പേരാണ് മരിച്ചത്. സംശയ പട്ടികയിലെ മരണങ്ങൾ കൂടി ചേർത്താൽ 2021 മുതൽ 822 പേരാണ് എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. പ്രളയമുണ്ടായ 2018 പോലും സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 32 പേർ മാത്രമാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. 14 പേരായിരുന്നു പ്രളയം ആവർത്തിച്ച 2019 എലിപ്പനി മൂലം മരിച്ചത്. എലിപ്പനിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ മാർഗവും ചികിത്സയുമുണ്ട്. എന്നിട്ടും രോഗക്കണക്ക് ഉയരുന്നതിന്റെ കാരണം താഴെത്തട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിരീക്ഷണത്തിലുമുള്ള പോരായ്മയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാള പ്രസ് ക്ലബിനെതിരെ റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കാനുള്ള ഗ്രാമപഞ്ചായത്തിലെ നടപടി അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മുൻ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എ അഷറഫ് അഭിപ്രായപ്പെട്ടു. ഇത് നിരുത്തരവാദപരമായ നിലപാടാണ്. ഇതിനെതിരെയുള്ള നിയമ പോരാട്ടത്തിന് ഒപ്പമുണ്ടാകുമെന്നും എ അഷറഫ് കൂട്ടിച്ചേർത്തു. പഞ്ചായത്തിൽ ആ വാടക അടയ്ക്കാൻ പോകുന്ന പ്രസ് ക്ലബ്ബ് വാടക അടയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ അത് വാങ്ങുന്നില്ല, സെക്രട്ടറി അത് വാങ്ങുവാൻ വിസമ്മതിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ച ഈ പ്രതിമാസ വാടക പഞ്ചായത്ത് സെക്രട്ടറി വാങ്ങാത്തത്? അല്ലെങ്കിൽ സെക്രട്ടറി കൊണ്ട് എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി വാങ്ങിപ്പിക്കാത്തത് എന്ന് വളരെ ദുരൂഹമായ ഒരു കാര്യം ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി വാടക വാങ്ങാത്തതിന് കാരണം അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഒരു ബൈലോ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ബൈലോ അംഗീകരിച്ച് വന്നതിന് ശേഷമേ ഇനി വാടക മേടിക്കുള്ളൂ എന്നാണ് സെക്രട്ടറിയുടെ നിലപാട്. ഇപ്പോൾ ബൈലോ അംഗീകരിച്ച് വന്നതിന് ശേഷം ആ ബൈലോ പ്രകാരം പറയുന്നത് PWD റേറ്റ് പ്രകാരമുള്ള വാടക വാങ്ങണമെന്നാണ്. എന്ന് പറഞ്ഞാൽ PWD റേറ്റ് അനുസരിച്ച് വലിയൊരു സംഖ്യ തന്നെ ഈ പ്രസ് ക്ലബ്ബുകാരിൽ നിന്നും, തന്നെയുമല്ല പ്രസ് ക്ലബ്ബുകാർക്ക് എന്ന് മുതലാണോ ഈ 1000 രൂപ വാടക നിശ്ചയിച്ച് കൊടുത്തത് ആ കാലം മുതലുള്ള വാടക ഇപ്പോൾ PWD നിശ്ചയിക്കുന്ന റേറ്റ് അനുസരിച്ചുള്ള വാടക നിശ്ചയിച്ച് കൊടുക്കണം എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ പ്രസ് ക്ലബ്ബ് അടയ്ക്കേണ്ടി വരികയും അത് അടച്ചില്ലെങ്കിൽ പ്രസ് ക്ലബ്ബ് പ്രവർത്തകരുടെ പേര് ക്ലബിൻ്റെ പേരിൽ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. പറവൂർ നഗരസഭയുടെ പബ്ലിക് ടോയ്ലറ്റ് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൊതുജനങ്ങളുടെ നേർക്കുള്ള നഗരസഭയുടെ മനുഷ്യത്വഹീനമായ നടപടിയാണിതെന്നാണ് പൊതുജനാഭിപ്രായം. ശുചിമുറികൾ ഉടൻ തുറന്നു നൽകണമെന്നും അല്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു. പറവൂർ നഗരസഭ ഓഫീസിന് എതിർവശത്തുള്ള മുനിസിപ്പൽ പാർക്കിൽ നിർമ്മാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്ന പൊതു ശുചിമുറികൾ ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് ആവശ്യം. നഗരത്തിലെത്തുന്ന ജനങ്ങൾ പ്രാഥമിക ആവശ്യത്തിന് എങ്ങും സൗകര്യമില്ലാതെ വലയുമ്പോഴാണ് ഉപയോഗിക്കാനാവാത്ത ശുചിമുറികൾ ഇവിടെ പൂട്ടിക്കിടക്കുന്നത്. പൊതുജനങ്ങളുടെ നേർക്കുള്ള നഗരസഭയുടെ മനുഷ്യത്വഹീനമായ നടപടിയാണ് ഇതെന്ന് പൊതുജനാഭിപ്രായം. കഴിഞ്ഞ ദിവസം ചതയം ദിന ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തിയവർ പ്രാഥമിക സൗകര്യങ്ങൾക്കായി വലയുന്ന സ്ഥിതിയായിരുന്നു.
ശുചിമുറികൾ ഉടൻ തുറന്നു നൽകണമെന്നും അല്ലെങ്കിൽ നഗരസഭയ്ക്ക് മുമ്പിൽ സമരം സംഘടിപ്പിക്കുമെന്നും യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ടൗൺ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി ഭാരവാഹികളായ KV വിനിൽ, TV നിതിൻ എന്നിവർ പറഞ്ഞു. മീഡിയ ടൈം, പറവൂർ. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി ഒഡീഷ സ്വദേശി പത്മനാഭ ഗൌഡയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതി പത്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 15-ാം തീയതി രാത്രി 9 മണിയോടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. MG റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെയാണ് ഒഡീഷ സ്വദേശി കൊലപ്പെടുത്തിയത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും കൊലയിൽ കലാശിക്കുകയുമായിരുന്നു. ഒഡീഷ സ്വദേശി പത്മനാഭ ഗൌഡയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതി പത്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ പത്മനാഭ ഗൌഡയുടെ തലയിലും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കാൽവഴുതി വീണാണ് പരിക്കേറ്റതെന്നായിരുന്നു പ്രതി ഡോക്ടർമാരെ അറിയിച്ചത്. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ മർദ്ദനത്തിലാണ് പരിക്കേറ്റതെന്ന് കണ്ടെത്തി. ഇതോടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മീഡിയ ടൈം, തൃശൂർ. കൊരട്ടി പഞ്ചായത്തിൽ അമ്മക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാരുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, കുടുംബങ്ങളുടെ ഒത്തുചേരൽ, അവർക്കായി സമൂഹമാധ്യമ കൂട്ടായ്മ തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് അമ്മക്കൂട്ടം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അമ്മക്കൂട്ടം പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗർഭിണികളുടെയും 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെയും സമഗ്ര ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമാക്കി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുന്ന അമ്മക്കൂട്ടം പദ്ധതിയുടെ ഭാഗമായി സംശയ നിവാരണങ്ങൾക്കായി തയ്യാറാക്കിയ കൈപ്പുസ്തകം ജില്ലാ ആരോഗ്യ വകുപ്പ് ഡെപ്യൂട്ടി DMO ഓഫീസർ ഡോക്ടർ ജയന്തി TK ഏറ്റുവാങ്ങി. പല ജില്ലയിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരടക്കം ആരോഗ്യ പ്രവർത്തകർ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള കൈപ്പുസ്തകത്തിൽ ഗർഭകാല സംശയങ്ങൾ, വ്യായാമങ്ങൾ, മാനസിക ആരോഗ്യം, ഭക്ഷണക്രമം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വന്ധ്യംകരണ സൗകര്യങ്ങൾ, ഗാർഹിക പീഡനങ്ങൾക്കുള്ള നിയമ പരിരക്ഷ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗർഭിണികളുടെ സമൂഹ മാധ്യമ കൂട്ടായ്മ, കുടുംബ സംഗമം, ബോധവൽക്കരണ ക്ലാസുകൾ, ഫീറ്റൽ ഡോപ്ലർ പോലെയുള്ള ഉപകരണങ്ങളുടെ സൗകര്യവും സൗജന്യ ലാബ് പരിശോധനകൾ, ആംബുലൻസ് സൗകര്യം എന്നിവയുള്ള പദ്ധതിയുമായിട്ടാണ് അമ്മക്കൂട്ടം വിഭാവനം ചെയ്തിട്ടുള്ളത്. നാലുകെട്ട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ മിത്ര പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നൈനു റിച്ചു, അഡ്വക്കേറ്റ് KR സുമേഷ്, കുമാരി ബാലൻ, ജില്ലാ MCH ഓഫീസർ റോസിലി തോമസ്, ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ, പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓഫീസർ ലില്ലി PA, T സുധ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിൻസില എലിസബത്ത്, ചാലക്കുടി താലൂക്ക് ആശുപത്രി ഡയറ്റീഷ്യൻ ആഗ്നസ് റെജി, PPRO ഐശ്വര്യ എന്നിവർ ക്ലാസുകൾ നയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. വയനാടിന് കൈത്താങ്ങായി ഗ്രന്ഥശാല പ്രവർത്തകർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം വെണ്ണൂർ അക്ഷര ഗ്രാമീണ വായനശാല സമാഹരിച്ച തുക കൈമാറി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തങ്കം ഉദ്ഘാടനം ചെയ്തു. എന്തിനാ ലൈബ്രറി കുറെ പുസ്തകം വെച്ചോണ്ടിരിക്കലാണോ ലൈബ്രറി? അല്ല, ലൈബ്രറി വിദ്യാഭ്യാസത്തിന് പുറത്തെ അനൗപചാരിക വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനമാണ്, സാംസ്കാരിക സ്ഥാപനമാണ്. അതൊരു യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ ഉണ്ടാവും? എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കും, അല്ലേ? അവിടെ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാവുമോ? അതുപോലെ നമ്മുടെ വായനശാല എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിന് കീഴേയും മുകളിലുമുള്ള എല്ലാ വസ്തുക്കളെയും മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ മനസ്സിനെ വിശാലമാക്കുന്ന വലിയ സാംസ്കാരിക പ്രവൃത്തിയാണ് ലൈബ്രറി ചെയ്യുന്നത്. വായനശാല പ്രസിഡന്റ് VO വർഗീസ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ചാലക്കുടി താലൂക്ക് പ്രസിഡന്റ് I ബാലഗോപാലൻ, വെണ്ണൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോജോ ആന്റണി തൊടുപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോർജ് ഊക്കൻ, UK പ്രഭാകരൻ, KN ഭരതൻ, CD പോൾസൺ, MK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് PK പരമേശ്വരൻ സ്മാരക ഹാൾ പൊളിച്ചു നീക്കാനുള്ള പഞ്ചായത്തിലെ നീക്കത്തിനെതിരെ കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്തിന് മുൻപിൽ നടന്ന ധർണ കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. 2011-12 കാലഘട്ടത്തിൽ അന്നത്തെ പ്രിയങ്കരനായ MP ശ്രീ KP ധനപാലന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ശ്രീ PK പരമേശ്വരൻ മെമ്മോറിയൽ ഹാൾ. എന്നാൽ
ഈ ഹാൾ പൊളിച്ചു പൊളിയുന്നുള്ള ഗൂഢനീക്കങ്ങൾ ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിവിടെ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2011-12 കാലഘട്ടത്തിൽ ഇവിടെ പണിത ഈ ഹാളിന് എന്ത് ബലക്ഷയമാണ് ഉള്ളതെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് പഞ്ചായത്തിലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ്, പി ഡി ജോസ്, ജിയോ ജോർജ് കൊടിയൻ, സോയ് കോലഞ്ചേരി, ടി വി യദുകൃഷ്ണ, നിത ജോഷി കാഞ്ഞുത്തറ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലക്ഷ്യമിട്ട് മാള ഹോളി ഗ്രേസ് അക്കാദമി CBSE സ്കൂൾ സംഘടിപ്പിക്കുന്ന 25 മണിക്കൂർ ഇടവേളയില്ലാത്ത റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. സ്കൂളിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇടവേളയില്ലാത്ത റേഡിയോ പ്രക്ഷേപണം നടത്തുന്നത്. സ്കൂൾ റേഡിയോ സ്റ്റേഷനിൽ നടക്കുന്ന മെഗാ ഷോ കുളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് ഡയറക്ടർ ജോസഫ് ആലുങ്കൽ, പ്രിൻസിപ്പൽ ബിനി M, സ്കൂൾ ക്യാപ്റ്റൻ കാർത്തിക് T മേനോൻ, വിദ്യാർത്ഥികളായ രുദ്ര ബിജോയ്, അക്ഷയാസ്മി ജിയു എന്നിവർ പ്രസംഗിച്ചു. മാള വലിയപറമ്പ് സ്നേഹേരി ഹോളി ചൈൽഡ് ICSE സ്കൂളിൽ റിതം കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രശസ്ത നാടക സംഗീത സംവിധായകൻ അനിൽ മാള ഉദ്ഘാടനം നിർവഹിച്ചു. പുറത്തിയാട്ടം, ഓട്ടം തുള്ളൽ തുടങ്ങിയിട്ട് വിവിധങ്ങളായ കലാപരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ സാധിച്ചത് അതൊക്കെ ചെയ്തെങ്കിൽ തന്നെ ഒരു സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ലഭിച്ചത്. ഒരിക്കലും ഒരു അവാർഡിന് വേണ്ടിയല്ല ഞാൻ എൻ്റെ കല കൊണ്ട് നടന്നിട്ടുള്ളത്. അവാർഡ് വന്ന് പെട്ടതാണ് 2014 ആദ്യമായിട്ട്. വളരെയധികം മോഹിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വന്ന് ചേരും. അതിനുവേണ്ടി ശ്രമിക്കുക. എനിക്കിപ്പോൾ കുട്ടികളോട് പറയാനുള്ളത് തന്നെയാണ്. പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ അധ്യക്ഷത വഹിച്ചു. പി വിജിഫ, PTA പ്രസിഡന്റ് ജിയോ പോൾ, ആർട്ട് സെക്രട്ടറി മാസ്റ്റർ ഇസാൻ സമീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് മാള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാളിൽ പ്രതിഷേധ ജാഥ നടത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബാബു ഡേവിസ് ജാഥ ഉദ്ഘാടനം ചെയ്തു. വർക്ക്ഷോപ്പുകളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക, ബോർഡിന്റെ നിയമവ്യവസ്ഥയിൽ ഇളവനുവദിക്കുക, ലൈസൻസ് നിയമങ്ങൾ ലഘൂകരിക്കുക, ഓട്ടോമൊബൈൽ ക്ഷേമനിധി ലയനം ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടന നടത്തുന്ന സെക്രട്ടേറിയറ്റ് ധർണയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രതിഷേധ ജാഥ നടത്തിയത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബാബു ഡേവിസ് ജാഥ ഉദ്ഘാടനം ചെയ്തു. IK പ്രകാശൻ, A സുബീഷ് എന്നിവർ പ്രസംഗിച്ചു. പൂലാനി കുറുപ്പം പുത്തുരുത്തി തോടിന്റെ കരയിൽ അനധികൃതമായി സൂക്ഷിച്ചു വെച്ച 140 ലിറ്റർ വാഷ് ചാലക്കുടി എക്സൈസ് റേഞ്ച് കണ്ടെടുത്തു. പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് പരിശോധനകൾ കർശനമാക്കി. എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അനീഷ് കുമാർ പുത്തില്ലൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ ജെയ്സൺ ജോസ്, KN സുരേഷ്, PP ഷാജി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ PK ആനന്ദൻ എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. എറിയാടിൽ നിന്നും ഭീമൻ ഉടുമ്പിനെ പിടികൂടി. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് സമീപം റോഡരികിലാണ് ഉടുമ്പിനെ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് അംഗമായ മുഹമ്മദാണ് ഉടുമ്പിനെ പിടികൂടിയത്. പിന്നീട് വനംവകുപ്പ് അധികൃതർ എത്തി ഉടുമ്പിനെ കാട്ടിൽ വിട്ടയച്ചു. മുക്കാട്ടുകര ബദ്രഹം CHS കലോത്സവം മുദ്ര 2024 ആരംഭിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനിയും പിന്നണി ഗായികയുമായ മിസ് റിയ ഭിന്നു ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ ആഗ്നസ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ സ്മിത, മേരി, ആൻഡ്രോ, ബിന്ദു, ഡെൽവിറ്റ എന്നിവർ സംസാരിച്ചു. ലഹരി എന്ന മഹാവിപത്തിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കി RMHSS ഗൈഡ്സ് മാതൃകയായി. RMHSSൽ നിന്നും ആരംഭിച്ച ദൃശ്യാവിഷ്കാര റാലി പ്രിൻസിപ്പൽ ലൈസൺ ഉദ്ഘാടനം ചെയ്തു. റാലി ആളൂർ ജംഗ്ഷനിൽ സമാപിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ PM ജുദീർ, ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനീഷ് KM, ഷാമോൻ PM, വാർഡ് മെമ്പർ KB സുനിൽകുമാർ, PTA പ്രസിഡന്റ് ഡെന്നിസ് കണ്ണംകുന്നി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് എലിപ്പനി മരണങ്ങൾ ഉയരുന്നു. ഈ വർഷം ഇതുവരെ സ്ഥിരീകരിച്ചത് 121 എലിപ്പനി മരണം. പറവൂർ നഗരസഭയുടെ പബ്ലിക് ടോയ്ലറ്റ് തുറന്നുകൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നഗരസഭയ്ക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് DYFI.
കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി ഒഡീഷ സ്വദേശി പത്മനാഭ ഗൌഡയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതി പത്താറാം ഗൌഡയെ അറസ്റ്റ് ചെയ്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.